ടാർഗറ്റ് തികയ്ക്കാനുള്ള തത്രപ്പാടിൽ നിയമം ലംഘിക്കാത്ത വാഹന ഉടമകൾക്കും നോട്ടീസ് അയക്കുകയാണ് പോലീസും മോട്ടോർ വാഹന വകുപ്പും. നിയമലംഘനം നടത്താത്തവർക്ക് പോലും പിഴയൊടുക്കാൻ നോട്ടീസ് ലഭിച്ചതായാണ് പരാതി. വലിയ പ്രതിഷേധമാണ് ഇതിനെതിരെ ഉയരുന്നത്. കോഴിക്കോട് കൊയിലാണ്ടി സ്വദേശി സായുജിനാണ് കഴിഞ്ഞ ദിവസം പോലീസിൽ നിന്ന് ഫൈൻ അടയ്ക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് നോട്ടീസ് വന്നത്. സായുജിന്റെ ഉടമസ്ഥതയിലുള്ള KL45P 3194 എന്ന നമ്പറിലുള്ള ടാക്സി കാർ നോ പാർക്കിംഗ് ഏരിയയിൽ പാർക്ക് ചെയ്തെന്ന് കാണിച്ച് 500 രൂപ പിഴയടയ്ക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ടാണ് നോട്ടീസ് വന്നത്. നോട്ടീസ് പരിശോധിച്ചപ്പോഴാണ് പാർക്കിംഗ് ഏരിയയിൽ പാർക്ക് ചെയ്ത വാഹനത്തിന് കിലോമീറ്ററുകൾക്കപ്പുറം നിയമലംഘനം നടത്തിയെന്ന പേരിലാണ് നോട്ടീസ് വന്നതെന്ന് വാഹന ഉടമ സായുജ് തന്നെ പറയുന്നു. അപ്പം എനിക്കൊരു ഫേക്ക് ആയിട്ടൊരു ഫൈൻ വന്നിരിക്കുകയാണ്. മാനാഞ്ചിറ 4-വീലർ പാർക്കിംഗ് അലോഡ് ആയിട്ടുള്ള സ്ഥലത്താണ് ഞാൻ വണ്ടി പാർക്ക് ചെയ്തത്. 30-ാം തീയതി നൈറ്റ് 31-ന് രാവിലെ 9 മണിക്ക് എനിക്ക് ഈ ഫൈൻ വന്നിരിക്കുന്നത്. അവിടുത്തെ ഫോട്ടോയും എടുത്ത് വേറെ സ്ഥലത്തുള്ള ലൊക്കേഷൻ കൊടുത്തിരിക്കുക. അരയടത്ത് പാലത്താണ് ലൊക്കേഷൻ അവർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് ചലാൻ അവരടിച്ചിരിക്കുന്നത്. 500 രൂപ ഫൈൻ വന്നിരിക്കുന്നത് തെറ്റായ ഒരു ലൊക്കേഷൻ കൊടുത്തുകൊണ്ട് ഫോട്ടോ മാനാഞ്ചിറയുള്ളതും എടുത്തിട്ടാണ് വന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മളെ സംബന്ധിച്ച് ഒരു 500 രൂപ ഉണ്ടാക്കണമെങ്കിൽ ഒരു 3-4 ട്രിപ്പ് യൂബറിൽ എടുത്താലേ 500 രൂപയാവുള്ളൂ. അതാണ് ഇവർക്ക് ഫേക്കായിട്ട് ഒരു ഫൈൻ ഇട്ടിട്ട് ഇവർക്ക് ടാർഗറ്റ്, എനിക്ക് തോന്നുന്നു ഇവർക്ക് ടാർഗറ്റ് തയ്ക്കാൻ വേണ്ടിയിട്ടായിരിക്കാം. മാർച്ച് മാസം ഇവർ ടാർഗറ്റ് തയ്ക്കാൻ വേണ്ടി എങ്ങനെയെങ്കിലും ഫൈൻ ഇടുക എന്നുള്ളൊരു രീതിയാണ് പൊതുവെ കണ്ടിട്ടുള്ളത്. അപ്പം ആ ഒരു സംഭവമാണ് ഉണ്ടായിട്ടുള്ളത്. കാര്യം പറഞ്ഞുകൊണ്ട് പോലീസിനെ ബന്ധപ്പെട്ടെങ്കിലും ഇതായിരുന്നു മറുപടി. നിങ്ങൾ റിക്വസ്റ്റ് ആയിട്ട് അയക്കണം കേട്ടോ, എന്താ സംഭവം എന്നുള്ള റിക്വസ്റ്റ് ആയിട്ട് അയക്കണം, എങ്കിലത് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. സായുജിന് മാത്രമല്ല മറ്റു പലർക്കും പോലീസിൽ നിന്നും MVDയിൽ നിന്നും ഗതാഗത നിയമം ലംഘിച്ചെന്ന് കാണിച്ച് നോട്ടീസ് ലഭിച്ചിട്ടുണ്ട്. മറ്റു പലരും നടത്തിയ നിയമലംഘനത്തിന് പിഴയടക്കേണ്ട ഗതികേടിലാണ് പല വാഹന ഉടമകളും. ഫൈൻ ഇട്ട് കഴിഞ്ഞാൽ ഒഴിവാക്കണമെങ്കിൽ ഒരുപാട് പ്രൊസീജിയർ ഉണ്ട്. അതിന് പിന്നാലെ നടക്കണമെങ്കിൽ നമുക്ക് 500 രൂപ കൂടുതൽ ചിലവാകും. അപ്പം ഫൈൻ അടയ്ക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ തന്നെയാണ് ഉള്ളത് നിലവിൽ. മാസാവസാനമായതോടെ ടാർഗറ്റ് തികയ്ക്കാനുള്ള നെട്ടോട്ടത്തിന്റെ ഭാഗമായാണ് നോട്ടീസ് എന്നാണ് ഉയരുന്ന ആരോപണം. ജനം, കോഴിക്കോട്.